ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് ഇവർ ഒരു ടോക്സിക് മാരീഡ് ലൈഫിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാവുന്നതായിട്ട്, ഇല്ല എങ്കിൽ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കുന്നില്ല എങ്കിൽ അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നതായിട്ട്, അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആണെങ്കിലും മിങ്കിൾ ആണെങ്കിലും ഇവർ ഏത് സിറ്റുവേഷനാണോ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ പുറത്തു വരുവാനുള്ള വൈബ്രേഷനിലാണ് ഉള്ളത്. ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ടാകും. ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്തു. അത് കാരണമാണ് ഇവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് വച്ചത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ സന്തോഷത്തെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വിഷമം കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ പേഴ്സണെ വിഷമിപ്പിച്ചിട്ട് അവർ സ്വയം സന്തോഷം കണ്ടെത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് കാർമിക് സിറ്റുവേഷൻ പൂർണ്ണമായും എൻഡ് ആയിട്ടുണ്ട്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവാൻ പോകുകയാണ്. അതായത് അതിൻ്റെ ആ ഒരു പ്രോസസ്സിലാണിപ്പോൾ. ഇവിടെ ഇവർ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ആ ഒരു ആക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. റിലേറ്റഡ് വിത്ത് ഫാമിലി മാറ്റർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറ്റർ. ഇവിടെ ഇവർ ഒത്തിരി ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂഴ്ത്തി വെച്ചു. അതായത് ഇവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകും നിങ്ങളോട് സംസാരിക്കാൻ, പക്ഷെ എന്നിട്ടും ഇവർ കൺട്രോൾ പിടിച്ച് നിങ്ങളോട് സംസാരിക്കാതിരുന്നു. അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങൾ ഇവർ മാറ്റി വെച്ചു. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫാമിലിയുടെ ആ ഒരു പ്രശ്നം കാരണം ഇവർ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചു. പക്ഷേ ഇനി ഇവർ മാറ്റി വയ്ക്കത്തില്ല. ഇവരുടെ ആഗ്രഹം എന്താണോ അതായിരിക്കും ഇവർ സെലക്ട് ചെയ്യുന്നത്. ഇവരുടെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഇവർ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഇവരുടെ യൂണിയൻ ഉണ്ടാക്കണമെന്നാണ്. കുറേ നാൾ കൺഫ്യൂഷനിൽ ഇരുന്നതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തേക്കുന്നത്. ഇവർ ആരെക്കുറിച്ചാണ് 24 മണിക്കൂറും ചിന്തിക്കുന്നത്? അവരെ മാരേജ് ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് കറണ്ട് എനർജിയാണ്. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈക്കിൾ എൻഡാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും. അതായത് ഭയങ്കര പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ഒന്നുകിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരിക്കും, അല്ല എങ്കിൽ വേറെ എന്തെങ്കിലും മോശം സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. എന്തായാലും ഇവർ നിങ്ങളോട് പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ഇവർ ആഗ്രഹിക്കുന്ന ഇവരുടെ ജീവിതത്തിലെ ബാഡായിട്ടുള്ള ഫേസ് അതൊന്ന് എത്രയും പെട്ടെന്ന് കടന്നു പോയെങ്കിലെന്നാണ്. നിങ്ങളുമായിട്ട് യൂണിയൻ ആവണം, നിങ്ങളെ മാരേജ് ചെയ്യണം, ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇവർക്ക് വേണ്ടി വളരെയധികം പ്രിഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പായിരിക്കും, അതായത് ഇവരുടെ ഹാപ്പിനെസ് എന്താണോ അത് ഇവർ ചൂസ് ചെയ്യുന്ന ആ ഒരു ദിശയിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മെസ്സേജ് വരാനുള്ള ടൈം ആയല്ലോ, എന്താ വരാത്തത്? നിങ്ങളുടെ കോള് വരാനുള്ള ടൈം ആയല്ലോ, എന്താ കോള് വരാത്തത്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി. അതായത് നിങ്ങൾ ഇനി ഇവർ മറന്നുപോയോ, അങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു എനർജി. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഹൃദയം ഇവരുടെ അടുത്തും ഇവരുടെ ഹൃദയം നിങ്ങളുടെ അടുത്തുമാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതായത് പണ്ടത്തെ പോലെ നിങ്ങൾ തന്നെ ഇവിടെ പിണക്കം മാറ്റണം, നിങ്ങൾ തന്നെ അങ്ങോട്ട് കോളോ മെസ്സേജോ ചെയ്യണം, അങ്ങനെയൊക്കെ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇവർ ഏതെങ്കിലും അൺനോൺ ഐഡിയിൽ നിന്ന് നിങ്ങളെ കാണുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങളിടുന്ന സ്റ്റാറ്റസ്, നിങ്ങളിടുന്ന പോസ്റ്റ് അതെല്ലാം കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോസ്റ്റും സ്റ്റാറ്റസും ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് എല്ലാം അവസാനിച്ചു, എന്നെ മറന്നുപോയോ ഇവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് ബിസി ആയിട്ടിരിക്കുകയാണല്ലോ എന്ന് ഇവർക്ക് അപ്പോൾ തോന്നും. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് മൂഡ് സ്വിങ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കാം നമുക്ക്.
നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സഫറിങ്ങിലാണ് ഉള്ളത്. ഇവർ ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഇവർക്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹെൽത്ത് വൈസും എന്തോ ഇഷ്യൂ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സണ്. ഇവിടെ ഇവർ എന്താണോ സിറ്റുവേഷൻ അനുഭവിക്കുന്നത് അത് ഇതുവരെ നിങ്ങളോട് ഇവർ ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 7 ആണ്. അതായത് ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം 25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷേ ഇപ്പോൾ ഇവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇവർ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരുവാൻ. ഇവിടെ 25 മണിക്കൂർ തൊട്ട് 2 ദിവസം വരെ അതിനുള്ളിൽ കുറേ ആൾക്കാരുടെ യൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു എനർജിയിലായിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ യൂണിയനിലായാലും ഉണ്ടാവുക. അതായത് ഇവർ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്കൊരു ഹീലിംഗ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എക്സൈറ്റ്മെൻറ്റ് ആവരുത്. അതായത് എൻ്റെ പാർട്ണർ വന്നല്ലോ, ഇവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇതായാലായിരിക്കും ഉണ്ടാവുക, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അവരുടെ ആ ഒരു ലൈഫിൽ നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനും നിങ്ങളിൽ നിന്ന് ഹീലിംഗ് കിട്ടുവാൻ വേണ്ടിയുമാണ് അവർ വരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഹീലിംഗ് നിങ്ങൾ കൊടുക്കുക അവർക്ക്. ഇനി നമുക്ക് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പ്ഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാൻ സാധിക്കാത്തത്. ഇവർ ചിലപ്പോൾ നിങ്ങളോട് പറയും പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യൂ എനിക്ക് വേണ്ടിയെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേറ്റ് ആകും. നിങ്ങൾക്കാണ് എത്ര നാൾ നിങ്ങളിങ്ങനെ ഇനിയും വെയിറ്റ് ചെയ്യണമോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇവർ കാർമിക് സിറ്റുവേഷനിലാണ് ഉള്ളത്. അതിൽ നിന്ന് പുറത്തു വരുവാൻ പൂർണ്ണമായിട്ടും പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായത് കാരണമാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു പെർമനൻറ്റ് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരും ഒന്ന് പേഷ്യൻസോടെ കാത്തിരിക്കേണ്ടതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ട്രാപ്പ്ഡ് സിറ്റുവേഷനിലാണ് ഉള്ളത്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണുള്ളത്. നിങ്ങളും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. 2 സിറ്റുവേഷനിലും വെയിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും കോണ്ടാക്ട് സിറ്റുവേഷനിലും വെയിറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും നെക്സ്റ്റ് ആക്ഷനും. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.